രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കൃഷി, ആരോഗ്യം, പാർപ്പിടം, റോഡുകളുടെ നവീകരണം, ശുചിത്വ പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റാണിത്. റോഡുകൾക്കായി 7.9 കോടി രൂപ ചെലവഴിക്കും. കുറുപ്പമ്പടി ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിനായി 2 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ പാർപ്പിട നിർമ്മാണം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്ന പുതിയ ബഡ്ജറ്റുമായി രായമംഗലം പഞ്ചായത്ത് വ്യാഴാഴ്ച രാവിലെ വൈസ് പ്രസിഡന്റ് ദീപ ജോയ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. രായമംഗലം ഗ്രാമപഞ്ചായത്തിന് 2025-26 സാമ്പത്തിക വർഷം ലഭ്യമാകുന്ന പരമാവധി വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ബജറ്റിനാണ് ഇന്നിവിടെ രൂപം നൽകിയിട്ടുള്ളത്. രായമംഗലം ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. അതിനാൽ തന്നെ നമ്മൾ വളരെ നല്ല ഒരു തുക നമ്മുടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയുടെ സമഗ്ര അഭിവൃദ്ധിക്കായി നെൽകൃഷി വികസനം, കൂലിച്ചിലവ്, കേരകൽപ്പം, തെങ്ങ് കൃഷി, കീടരോഗ നിയന്ത്രണം, അടുക്കളത്തോട്ടം, പച്ചക്കറി കൃഷി വികസനം, കണ്ടെയ്നർ പച്ചക്കറി കൃഷി, ആഫ്രിക്കൻ ഒച്ച നിയന്ത്രണം എന്നിവ കൂടാതെ ഒരു വീട്ടിലൊരു ഫലവൃക്ഷം എന്നീ പദ്ധതികൾക്കും തുക ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് NM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, ആസൂത്രണ സമിതി അധ്യക്ഷൻ S മോഹനൻ, മെമ്പർമാരായ ജോയ് പുണേലി, മാത്യു ജോസ് തരകൻ, ബിജി പ്രകാശ്, മിനി നാരായണൻകുട്ടി, ഉഷാദേവി KN, ബിജു കുര്യാക്കോസ്, അഞ്ജലി AR, PV ചെറിയാൻ, രാജി ബിജു, ലിജു അനസ്, മിനി ജോയ്, ടിൻസി ബാബു, സുബിൻ NS, സ്മിത അനിൽകുമാർ, കുര്യൻ പോൾ, KK മാത്തുക്കുഞ്ഞ്, അസിസ്റ്റന്റ് സെക്രട്ടറി ES വിജയൻ, അക്കൗണ്ടന്റ് വിനീഷ്, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി ദീപ ജോയ് ഈ ഭരണസമിതിയുടെ 5ാമത് ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഈ ഭരണസമിതി വന്നതിന് ശേഷം കോവിഡിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നൊക്കെ മുക്തരായി ആദ്യത്തെ ഒരു വർഷം സാമ്പത്തിക പരിമിതികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഒരു സുസ്ഥിര വികസന രീതിയിലേക്ക് നമുക്ക് പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു തനത് ഫണ്ടിൻ്റെ വരവ് 100% നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് കാര്യമായ വർധനവ് നമുക്ക് നേടിയെടുക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഗ്രാൻറ്റിൽ പ്രത്യേകിച്ച് റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ 98 ലക്ഷം രൂപയിൽ നിന്ന് 6.86 ലക്ഷം രൂപയായിട്ട് നടപ്പ് സാമ്പത്തിക വർഷം വർദ്ധിപ്പിച്ച് കിട്ടിയത് പഞ്ചായത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ റോഡ് മെയിൻ്റനൻസ് കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ആകെ 61.7 ലക്ഷം രൂപയാണ് പുതിയ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണത്തിനായി 61 ലക്ഷം രൂപ ചെലവഴിക്കും. റോഡുകൾക്കായി 7.9 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കുറുപ്പമ്പടിയിലെ ഭിന്നശേഷി വയോജന ഫെസിലിറ്റേഷൻ സെന്ററിന് 5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്കായി 12 കോടിയാണ് ബഡ്ജറ്റിലുള്ളത്. പാർപ്പിട മേഖലയിൽ 11.24 കോടി രൂപ ചെലവഴിക്കും. കാർഷിക മൃഗസംരക്ഷണ മേഖലയുടെ വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമായി 1.89 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മിനി മാസ് ലൈറ്റുകൾക്കായി 40 ലക്ഷം വിനിയോഗിക്കും. ആകെ 60,34,44,387 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ പട്ടികജാതി വികസനം, യുവജനങ്ങളുടെയും വനിതകളുടെയും ഉന്നമനം, ഡ്രൈവിംഗ് പരിശീലനം എന്നിങ്ങനെ അനേകം പദ്ധതികൾക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട്. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഏകദേശം 61 കോടി രൂപയോളം പ്രതീക്ഷിത ചെലവും 60.44 ലക്ഷം രൂപയോളം പ്രതീക്ഷിത വരവുമുള്ള ഒരു ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാർഷിക മേഖലയുടെയും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണത്തിൻ്റെയും മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിലും 1.2 കോടി രൂപയോളം ചെലവാക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തെ തുടർന്നുള്ള പദ്ധതികളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള 2 പദ്ധതികളായിട്ട് ഈ വർഷം നമ്മൾ ഡയാലിസിസ് രോഗികൾക്കും അതുപോലെ ക്യാൻസർ രോഗികൾക്കുമുള്ള മരുന്നിനുമുള്ള തുക കൂടി വകയിരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.